മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം കൊഴുക്കുമ്പോൾ ശരിക്കും പ്രതിക്കൂട്ടി നിൽക്കുന്നത് അന്ന് മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ തന്നെയാണ്. അതെല്ലാം അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത്. അതായത് എനിക്ക് മനസ്സിലാകുന്നത് ഈ ജയതിലകൻ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയും പിണറായി വിജയനും ചേർന്ന് ഇയാളെ ഇതിലേക്ക് വലിച്ചിഴച്ചിട്ടതാണ്. ആരെ? ഈ അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന് അത് പ്രതിഫലമായിട്ടൊരു വിദേശ സന്ദർശനമാണ് കിട്ടിയത്. അതെ, രണ്ടു ദിവസന്മാരും കൂടെ അദ്ദേഹം സ്പെയിനിലേക്ക് പോയി. അർജന്റീനയെ ഫുട്ബോൾ കളി നടക്കുന്നതിനാണ് അദ്ദേഹം, അർജന്റീനൻ ഫുട്ബോൾ ടീം വരുന്നതിനാണ് അദ്ദേഹം സ്പെയിനിലോട്ട് പോയത്. അപ്പോൾ അത് ആരുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടാണ് പോയത്? സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണോ എന്നുള്ളത് ആദ്യം അത് അന്വേഷിക്കേണ്ടതായിട്ട്. അതെ, സർക്കാർ ഖജനാവിൽ നിന്നാണെങ്കിൽ അക്കാര്യത്തിൽ നടപടി വേണം. കാരണം ഞാൻ ഈയിടയ്ക്കാണ് അറിയുന്നത്, നമ്മുടെ ഇവിടുത്തെ മന്ത്രിയും ഉദ്യോഗസ്ഥനും ഒക്കെ വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ നമ്മളെല്ലാ ചിലവും അവിടുത്തെ എംബസിയാണ് നോക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ. പക്ഷേ അതിന്റെ ബില്ല് അവസാനം കേന്ദ്ര സർക്കാർ അവർക്ക് അയച്ചു കൊടുക്കും. എംബസി ഇങ്ങോട്ട് കൊടുക്കുന്ന ഏതായാലും ഫണ്ട് കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഫണ്ട് ചെയ്തങ്ങ് വെട്ടും. ഇപ്പോൾ ഇവരൊക്കെ താമസിക്കുന്ന ദിവസം 8 ലക്ഷം രൂപയൊക്കെ വാടകയുള്ള റൂമിലൊക്കെ. പിണറായിക്ക് ഒരു 8 ലക്ഷം 10 ലക്ഷം ഡെയിലി വാടക കുറഞ്ഞ മുറി താമസിക്കില്ലെന്നാണ് പറഞ്ഞത്, പാരീസിലൊക്കെ പോയാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ പോയ അസ്മാദിൽ ആ മുറിയിൽ അതുപോലെ മുറിയിൽ താമസിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ വലിയൊരു ബില്ലിങ് വരും. ഇതിനെക്കുറിച്ച് ഒരു മിണ്ടുമില്ല. കേന്ദ്ര വിഹിതം അങ്ങനെ കിട്ടില്ല അത് എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര വിഹിതം വഴി പിണറായിലേക്ക് വിദേശയാത്ര ചെയ്യുന്ന വെട്ടിക്കുറയ്ക്കാനും ഉണ്ടായിരുന്നുള്ളൂ. ഈ മെസ്സിയെ കൊണ്ടുവരുന്ന നാടകം അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് പ്രധാനമായിട്ടും യഥാർത്ഥത്തിൽ സർക്കാരിൽ 3 പേർക്കാണ് പങ്കുള്ളത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലകൻ, അന്നത്തെ കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ. അപ്പോൾ ഇതിനകത്ത് ഇവർ 3 പേര് മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പിൻ്റെ നിർവഹണ ഏജൻസി റിപ്പോർട്ടറിലെ ആൻഡോയും. അപ്പോൾ ഈ കായിക വകുപ്പ് സെക്രട്ടറി ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല, കായിക മന്ത്രാലയം അറിഞ്ഞിട്ടില്ല. അവരെല്ലാവരും അറിയേണ്ടതാണ് ഇതിനെക്കുറിച്ച്. കായിക മന്ത്രാലയം അറിഞ്ഞിട്ടില്ല, കായിക വകുപ്പ് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സർക്കാർ പ്രതിനിധി എന്നുള്ള നിലയിൽ യാതൊരു കത്തിടപാടും ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് നടത്തിയിട്ടില്ല. അബ്ദുറഹ്മാൻ എന്ന നിലയിലാണ് നടത്തിയത്. അതിൽ തന്നെ ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ ഈ മന്ത്രിയുടെ മിനിസ്റ്ററുടെ മെയിലിൽ നിന്നുള്ള ഔദ്യോഗിക മെയിലിൽ നിന്നാണ് അബ്ദുറഹ്മാൻ ബന്ധപ്പെടുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ CC അതായത് കോപ്പി ആ കോപ്പി ഇവർക്ക് പോയി. ഒരു അമീറ ആയിഷ ബീഗം എന്ന് പറഞ്ഞ് മലപ്പുറം, അത് ആരാണെന്നതിനെ കുറിച്ച് ഇപ്പോൾ ചാനലുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അതിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളുക, നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഒരു സർക്കാരും ഒരു കള്ള മരമുറിക്കാരനും ചേർന്ന് പറ്റിച്ചിരിക്കുകയാണ്. അല്ല, ഇതുപോലെ ആലോചിച്ച് നോക്കി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇതിൽ ഏതെല്ലാം പറ്റിക്കൽ നടന്നിരിക്കാന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഐസ്ബർഗിൻ്റെ ഒരു അറ്റമാണ് ഇപ്പോൾ ഓരോന്ന് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മെസ്സിയുടെ വരവ്. അതിൽ ഈ അബ്ദുറഹ്മാന് കൃത്യമായ പങ്കുണ്ട്. അബ്ദുറഹ്മാൻ ഈ കേസിൽ പ്രതിയാകും. അബ്ദുറഹ്മാൻ പ്രതിയായാൽ പിണറായി വിജയനും പ്രതിയാകും, ചീഫ് സെക്രട്ടറി ജയതിലകം പ്രതിയാകും. ബിക്കോസ് എന്താണ്, ഈ 4 പേരുടെ ഒരു കോക്കസ് മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. മെസ്സി തട്ടിപ്പിന് പിന്നിൽ ആട് തേക്ക് മാഞ്ചിയം പോലെ ഒരു തട്ടിപ്പ്, സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന പല കാര്യങ്ങളും സർക്കാർ സ്പോൺസർ തട്ടിപ്പ് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിന് ഇവർ നിരത്തുന്ന ന്യായവാദം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഇതിനകത്ത് വ്യക്തികളുടെ ഒരു പൈസയും പോയിട്ടില്ല, പോയത് ഞങ്ങളുടെ പൈസ, സർക്കാരിന് ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 126 കോടി രൂപ അങ്ങോട്ട് പോയപ്പോൾ വ്യക്തികൾക്ക് പോയിട്ടില്ല എന്നിവർ പറയുന്നുണ്ട്. ഇതിൻ്റെ GST ആർക്കാണ് വരേണ്ടത്? സർക്കാരിനാണ് വരേണ്ടത്. അതെവിടെ? അത് തട്ടിപ്പല്ലേ? ആ GST അടക്കം കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥനെ രാമനം പറപ്പിച്ചു. ആ സ്ഥലം മാറ്റിയ പിണറായി വിജയൻ സ്ഥലം മാറ്റിയല്ലോ, അത് തട്ടിപ്പല്ലേ? ഈ പറയുന്ന തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഇതിനു വേണ്ട ഒത്താശ ചെയ്യാനെന്ന വ്യാജേന സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയത് അത് തട്ടിപ്പല്ലേ? അതല്ല, മന്ത്രി, നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം മന്ത്രി വിദേശത്ത് പോവുകയാണ്. മന്ത്രി അതെ, ഇവര് മെസ്സിയെ കൊണ്ടുവരാൻ അപ്പൊ പോവാ, അവിടെ ചെന്ന് കണ്ട അടുത്ത ഫ്ലൈറ്റിന് തന്നെ പിടിച്ചോണ്ടെങ്കിൽ പോരും. അവിടെ കണ്ട ഉടനെ, അതായത് നാടകത്തെ അഭിനയിക്കാൻ നടിയെ തിരക്കി ചില സിനിമയിൽ പോകുന്ന പോലെ കാറുമായിട്ട് പോവാണ്, നടിയെ കാണുന്നു, അപ്പൊ തന്നെ പിടിച്ച് വണ്ടിയൊക്കെ ഇരിക്കോട്ട് പോകുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, നാടകത്തെ അഭിനയിപ്പിക്കും. മന്ദാകിനി എന്ന് വിളിക്കുമ്പോൾ നടി സ്റ്റേജിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മെസ്സിയെ ചെന്ന് കാണുന്നു, മെസ്സി വന്നേ ആശാനെ ഒന്ന് കളിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റൊക്കെ കയറ്റുന്നു, തിരിച്ച് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണോ ഇത്? എന്താണ് സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പ് എന്ന് ഒറ്റ വാക്കിൽ. അല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് ഫുട്ബോളിനെ അറിയാവുന്ന വ്യക്തികളായിട്ട് സംസാരിച്ച് മനസ്സിലായ ഒരു കാര്യം, മെസ്സി അർജന്റീന ടീമൊക്കെ വരിക എന്ന് പറഞ്ഞാലേ അതൊരു വലിയ വരവായിരിക്കും. അത് 1-2 പേരല്ല, വലിയൊരു സംഘമാണ് വരുന്നത്. ഇത്രയും പേർക്കൂടെ താമസ പോലും ഒരുക്കാനുള്ള സംവിധാനം കേരളത്തിൽ തിരുവനന്തപുരത്തെ കൊച്ചിയിലുണ്ടാകുന്ന പല സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു ടീമാണ് അവരോട് വരുന്നത്, അർജന്റീന ടീമൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഇതിൻ്റെ അവർ പറയുന്നത് ഇതിൻ്റെ ഹോട്ടൽ ബില്ല്, ഇവർ താമസിക്കുന്ന ഹോട്ടൽ ബില്ല് കോടികളാവുമെന്നാണ്. അതാണ് സംബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് സർക്കാർ ഈ അബ്ദുറഹ്മാൻ
അബ്ദുറഹ്മാൻ എന്നൊരു വ്യക്തിയല്ല അവിടെ പോയത്, നമ്മുടെ കായിക മന്ത്രിയാണ്. മാത്രമല്ല അന്ന് ഇയാൾ മാധ്യമങ്ങളിൽ വിമർശിച്ചിരുന്നത് ഈ പരിപാടി പൊളിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. മെസ്സി വരുന്നതിനെ പൊളിക്കാൻ നോക്കുന്ന മന്ത്രി നിരന്തരം മാധ്യമങ്ങൾക്ക് നേരെയാണ് കുതിരയേറി വരുന്നത്. ഇപ്പം ഞാനിപ്പം ഇത് അത് ഒന്നുകൂടെ നോക്കിയത്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്തയാണ് നോക്കിയത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കേരള സർക്കാർ ഒരു കരാറുണ്ടാക്കി മെസ്സിയും അർജന്റീനൻ ടീമും ഇവിടെ കളിക്കുന്നു പോകുന്നു എന്ന് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച ശേഷമാണ് ഈ പൈസ കൈമാറുന്നത്. അത് ഗംഭീര പണിയായി. അത് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത് ഈ കായിക മന്ത്രിയാണ്. കായിക മന്ത്രി അയക്കുന്ന ഓരോ മെയിലും, ഇപ്പം AFAക്ക് അയച്ച മെയിൽ, അത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അയച്ച മെയിൽ, അതിൻ്റെ കോപ്പി ടു പോയിരിക്കുന്നത് ഒന്ന് ഈ പറയുന്ന സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ RBCക്കാണ്. രണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മലപ്പുറത്തുള്ള അമീറ ഐഷ ബീഗം എന്ന് പറയുന്ന മെയിലിലേക്കാണ്. എന്താണ് ആ മെയിലിലേക്ക് പോകാൻ കാരണം? ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ആ മെയിലിലേക്ക്, അത് മുൻ മന്ത്രി വ്യക്തമാക്കണം. മുൻ മന്ത്രി അബ്ദുറഹ്മാൻ അത് വ്യക്തമാക്കണം. അങ്ങോട്ട് പോയ ഒരു മെയിലിൻ്റെ കോപ്പി, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് പോയ മെയിലിൻ്റെ കോപ്പി എങ്ങനെ ഇവിടെ വന്നു? കേന്ദ്ര സർക്കാരിനെയും കൂടെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറയുമ്പോഴേ ഇത് എന്തൊരു സങ്കടമായ പരിപാടിയാണ്. ഇതിപ്പം മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ താരം അർജന്റീനയുടെ സർക്കാരിൻ്റെ ആ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ്. ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരാൾ ആരാണെന്ന് വെച്ചാൽ അവിടുത്തെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നുമല്ല, അതും ലയണൽ മെസ്സിയാണ്. ഈ മെസ്സിയെ അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഇവർ ഈ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ കൊണ്ട് കളിപ്പിക്കാനും എല്ലാം അതിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മെസ്സിയെ വിട്ടുകൊടുക്കുന്നതിന് തകരാറും ഇതൊന്നുമില്ല. ഇവർ ഓഗസ്റ്റ് വിൻഡോ, മാർച്ച് വിൻഡോ എന്നൊക്കെ കുറേ പറയുന്നുണ്ട്. അവർ ഓരോ രാജ്യത്തെ കളിയെക്കുറിച്ച് പറയുന്നുണ്ട്, കളിക്ക് പോകുന്നുണ്ട്, എല്ലാവിധ കാര്യങ്ങളും ബേസ് കാശ് തന്നെയാണ്. കാരണം അതെ, വലിയ തോതിലുള്ള നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള പൈസ കൊടുക്കണം. അത് ഈ പറഞ്ഞ 126 കോടി രൂപയ്ക്കൊന്നും മെസ്സി ഒന്നും ഒരിക്കലും കേരളത്തിൽ വന്ന് കളിക്കില്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്താണ്? മെസ്സിയെ കളിപ്പിക്കുകയോ അർജന്റീനൻ ടീമിനെ കൊണ്ടുവരികയോ കേരളത്തിൽ എത്തിക്കുകയോ ഒന്നുമല്ല. ഇവർക്ക് ഇതിനകത്ത് മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ഐഫോണിനെ കടത്തിവിട്ടുന്ന ഫോൺ കേരളത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ ആളല്ലേ? അതെ. അപ്പൊ ഈ തുക കൊണ്ടുപോകാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ അബ്ദുറഹ്മാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. കച്ചവടം മുഴുവൻ ഇവർ തമ്മിലായിരിക്കും നടത്തിയിരിക്കും. ഇപ്പം പിണറായി വിജയന്റെ മകൾക്കൊന്നും അറിയില്ലായിരുന്നു എന്താണ് ഈ എക്സാലോജിക്കിന്, അതായത് CMRL-ഉമായിട്ടുള്ള ഇടപാടിന്റെ കാര്യം എന്താണെന്ന് പിണറായി വിജയന്റെ മകൾക്ക് അറിയില്ലായിരുന്നു. അവരത് അവസാനം സത്യസന്ധമായി ED-യോട് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലായിരുന്നു, അച്ഛനാണല്ല നടത്തിയത്, അല്ലേ? അതെ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു പണി, നിങ്ങൾ സ്പെയിൻ വരെ പോയിച്ച് പോരെ എന്ന് പറഞ്ഞു. സന്തോഷം. ഒരാഴ്ച സ്പെയിനിൽ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു പോന്നു. അത് അദ്ദേഹത്തിനുള്ള ഓഫറായിരുന്നു. ആരാണ് ആ ഓഫർ, ആ ചെലവും വഹിച്ചതെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഈ പറഞ്ഞ RBC ആയിരിക്കും, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരം പുറത്തു വിടാം. എന്താണെങ്കിലും ഇതിനകത്ത് ആദ്യം പെടാൻ പോകുന്നത് അബ്ദുറഹ്മാന്റെ മൊഴി പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത് മുന്നോട്ട് പോകുമ്പോൾ അത് ജയത്തിലെങ്കിലും പിണറായി വിജയനിലും മാത്രമേ എത്തിപ്പെടാൻ പോകുന്നുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് നടന്ന ഈ ദുരൂഹത, ഈ പണം എന്തിന് കൈമാറി, ആർക്ക് കൈമാറി, അതിൻ്റെ രേഖകൾ പുറത്തുണ്ട്. ഇയാൾ അന്താരാഷ്ട്ര കോടതിയിൽ സമർപ്പിച്ചേക്കുന്ന രേഖയെല്ലാം വലിച്ചിപ്പോൾ വെളിയിലോട്ട് ഇടേണ്ടി വരും. എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യത്തിൽ നമിക്കുകയാണ്. ആൻഡോ അഗസ്റ്റിൻ എന്ന തട്ടിപ്പുകാരൻ പിണറായി വിജയന് പറ്റുന്ന ജോഡിയായിരുന്നു. രണ്ട് തട്ടിപ്പുകാർ ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. തട്ടിപ്പുകാരന് കേരളം ഇത് തീറെഴുതി കൊടുക്കുന്നു. തട്ടിപ്പുകാരൻ ഇദ്ദേഹം കൊടുക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വഴി കിടന്ന തേങ്ങ എടുത്ത് ഗണപതി കുടയ്ക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് ഒരു നട്വർ ലാൽ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരുണ്ടായിരുന്നു. അയാൾ രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പാർലമെന്റൊക്കെയാണ് വിൽക്കാമെന്ന് ഓരോരുത്തരും പൈസ പറ്റിച്ചത്. അത്രയും വലിയ തട്ടിപ്പുകാരനായിരുന്നു. അതിനെക്കാട്ടി വലിയ തട്ടിപ്പുകാരനാണ് അയാൾ മരിച്ചു. അയാൾ ജീവിച്ചിരുന്ന അയാൾ വെറ്റിലെ ഇയാള് നമ്മുടെ ഇവന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ആൻഡോയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 22ാമത്തെ വയസ്സിൽ അവൻ തട്ടിപ്പ് തുടങ്ങിയവനാണ്. ഇവൻ കോടതിയെ പറ്റിച്ചല്ലോ. ബാംഗ്ലൂർ ഒരു കോടതിയെ പറ്റിച്ചല്ലേ. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും അയാൾക്കെതിരെ വ്യാജ വാർത്ത അടിക്കുന്നു. ഇത് മുഴുവൻ വ്യാജ വാർത്തയാണ്, ഞങ്ങൾ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞ് കോടതിയെ കൊണ്ട് കൊടുത്തു. കോടതി ഉടനെ ഉത്തരവിടുന്നു, എന്ത്, നിങ്ങൾ ഈ വാർത്തകൾ മുഴുവൻ നീക്കണം. അത് ആരോട് ചോദിച്ചിട്ടില്ല, എതിർകക്ഷികളായിട്ടുള്ള ഒരാൾക്കും റിപ്പോർട്ട് ഇത് കൊടുത്തിട്ടില്ല, അറിയിപ്പ് കൊടുത്തില്ല. അങ്ങനെ വരുന്നു. ഉടനെ ഈ എതിർകക്ഷികൾ അവിടെ പോയി കക്ഷി ചേർന്നിട്ട് ഇവനെതിരെയുള്ള തട്ടിപ്പ് കഥ മുഴുവൻ അങ്ങോട്ട് കൊടുക്കുന്നു. കൊടുത്തത് ഇവ ഹർജിയും പിൻവലിച്ച് ഓടി. ഒന്ന് ആലോചിച്ച്, കോടതിയെ വരെ തട്ടിപ്പിലൂടെ പറ്റിക്കാൻ നോക്കിയ ഒരുത്തൻ, കോടതിയെ വരെ. അവൻ പിന്നെ എന്താണ്, തൊടുന്നിടത്തെല്ലാം തട്ടിപ്പ്, മുഴുവൻ തട്ടിപ്പ്.
അവൻ ചെയ്യാത്ത തട്ടിപ്പ് പണി അല്ല ഇതിനെല്ലാം കൂട്ടി നിൽക്കാൻ തായ്ക്കണ്ടി സംഘങ്ങളുള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് അതായത് തട്ടിപ്പാനും കൊള്ളക്കാരന് സ്വാഗതം കടന്നു വരൂ. ഈ പണ്ട് നമുക്ക് ഈ നാട്ടുരാജാക്കന്മാർക്ക് സാമന്ത രാജാക്കന്മാർ, അതെ അതുപോലെ ഈ കൊള്ള രാജാവിന് സാമന്ത കൊള്ളക്കാരനായിരുന്നു ഈ പറയുന്ന റിപ്പോർട്ടർക്കാർ.